മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഗ്യാസ്ട്രോ സർജറിയുടെ സേവനം ലഭ്യമാകുന്നില്ല എന്ന വകുപ്പ് മേധാവിയുടെ കത്ത്. വകുപ്പിലെ ആൾക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് വകുപ്പ് തലവൻ രേഖാമൂലം ഇക്കാര്യം സൂപ്രണ്ടിനെ അറിയിച്ചത്. ഇതോടെ കരൾ കുടലടക്കം ഗുരുതര രോഗം ബാധിച്ചെത്തുന്നവരുടെ ചികിത്സയും ശസ്ത്രക്രിയയും മുടങ്ങുന്ന അവസ്ഥയാണ്. വിശദമായി പരിശോധിക്കാം. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ രമേശ് രാജൻ സൂപ്രണ്ടിന് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുതര സ്വഭാവമുള്ള കാര്യവും. അത്യാഹിത വിഭാഗത്തിൽ ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിന്റെ സേവനം തൽക്കാലം നിർത്തിവയ്ക്കുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ വന്നാൽ പോലും സഹകരിക്കാൻ ആകില്ല. സഹകരിക്കാതിരിക്കാനുള്ള കാരണം ഡോക്ടർമാരുടെ ക്ഷാമമാണ്. PSC നിശ്ചയിച്ച എണ്ണം ഡോക്ടർമാർ പോലുമില്ല വകുപ്പിലെന്ന് വകുപ്പ് മേധാവി തുറന്നടിക്കുന്നുണ്ട്. ആകെയുള്ളത് ഒരു സീനിയർ റെസിഡന്റ്. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശസ്ത്രക്രിയകളുമായി സഹകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. പാൻക്രിയാസ്, കരൾ എന്നിവയ്ക്കടക്കം ഗുരുതര പരിക്ക് പറ്റി വരുന്നവരുടെ ശസ്ത്രക്രിയയ്ക്ക് ഗ്യാസ്ട്രോ സർജറി വിഭാഗമാണ് സഹായം ചെയ്യാറുള്ളത്. അതിന് നൽകാൻ കഴിയില്ല എന്നാണ് കത്ത് മുഖേന വകുപ്പ് മേധാവി കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുടെ ക്ഷാമമുള്ളതിനാൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്കെത്തി കാര്യങ്ങൾ. ആൾക്ഷാമം പരിഹരിക്കുന്ന മുറയ്ക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് ആളെ നൽകാമെന്നും വകുപ്പ് മേധാവിയുടെ കത്തിൽ പറയുന്നുണ്ട്. കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർമാരുടെ ക്ഷാമം നേരത്തെ പുറത്തു വന്നിരുന്നു. PSC നിശ്ചയിച്ച 15 പോസ്റ്റ് ഉള്ളിടത്ത് ആകെയുള്ളത് 10 കാർഡിയോളജിസ്റ്റുകൾ. ഇത് ചികിത്സയെ അടക്കം ബാധിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനു പിന്നാലെയാണ് ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ ക്ഷാമവും വകുപ്പ് മേധാവി തന്നെ രേഖാമൂലം അധികൃതരെ അറിയിക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ പോലും പുതിയതായി ആരും സർക്കാർ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുന്നില്ല. മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ എൻട്രി കേഡറിലെ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്പർ 1 ആണ്, അതെ, ഒരാളെ ഉള്ളൂ എന്ന്. അതുകൊണ്ട് അത്യാഹിത വിഭാഗത്തിൽ സേവനം നിർത്തുകയാണെന്ന് അറിയിക്കുകയാണ് വകുപ്പ് മേധാവി. 75 വർഷത്തിലേറെ പഴക്കമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളിടങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി? ഇത് തിരിച്ചറിയുന്നുണ്ടോ? PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.